തിരുവനന്തപുരത്ത് നടുറോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയ എസ്എഫ്ഐ പ്രവർത്തകരുടെ ഓണാഘോഷം. മണിക്കൂറുകളായി നഗരത്തിൽ ഗതാഗത കുരുക്കാണ്. പൊതുഗതാഗതത്തെ ആഘോഷം തടസ്സപ്പെടുത്തിയെങ്കിലും പോലീസ് ഇടപെടുന്നില്ല എന്ന ആരോപണവുമുണ്ട്. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി. സെയ്ഫ്, എന്താണ് നടക്കുന്നത് അവിടെ? നിഷാദ്, ഏതാണ്ട് 11:30 കൂടിയാണ് SFI പ്രവർത്തകർ, യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകർ ആഘോഷവുമായി നടു റോഡിലിറങ്ങിയത്. തിരുവനന്തപുരത്ത് ഏറ്റവും അധികം തിരക്കുള്ള ഒരു റോഡാണ് MG റോഡ്. ഓരോ മിനിറ്റിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ റോഡ് വഴി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നുണ്ട്. ആ റോഡ് പൂർണ്ണമായും കയ്യേറിക്കൊണ്ടാണ് SFI പ്രവർത്തകർ ഈ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ് ഇവിടെ നിഷ്ക്രിയരായി നിന്നു എന്നൊരു ആരോപണമുണ്ട്. കാരണം ഇത്രയും നേരം ഏതാണ്ട് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടായിട്ട് പോലീസ് അതിൽ ഇടപെടുകയോ അതിന്മേൽ നടപടിയെടുക്കുകയോ ചെയ്തില്ല എന്നും പലരും ആരോപിക്കുന്നുണ്ട്. എന്നാൽ പോലീസുമായി അല്പസമയം മുമ്പ് ബന്ധപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരോട് നിരവധി തവണ വിദ്യാർത്ഥികളോട് ഗതാഗതം തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടും അവരത് കേട്ടില്ല. മാത്രമല്ല, അനുമതി ഇല്ലാതെയാണ് റോഡിൽ ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് എന്നും പോലീസ് വിശദീകരിക്കുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾക്കാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അനുമതിയില്ലാതെ റോഡിൽ ഈ പരിപാടി സംഘടിപ്പിച്ചു. മറ്റേത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം നഗരത്തിൽ കടുത്ത ഗതാഗത കുരുക്ക് തന്നെയാണ് ഉണ്ടായത്. ആംബുലൻസ് പോലും കൃത്യമായി കടന്നു പോകാൻ കഴിയാത്ത തരത്തിലാണ് വിദ്യാർത്ഥികൾ ഈ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പിലാണ് നടന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഉദ്യോഗസ്ഥർ ജോലി സമയത്ത് ഓണാഘോഷം നടത്താൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നിഷ്കർഷിച്ചിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ റോഡ് ഗതാഗതം പൊതുജനങ്ങളെ പൂർണ്ണമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് SFIയുടെ ഈ പ്രവർത്തകർ ഏതാണ്ട് 3 മണിക്കൂറോളം നഗരത്തിൽ ഈ ആഘോഷം സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് മണിക്കൂറുകളോളം വാഹനത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത തരത്തിൽ ദുരിതത്തിലായത്. നിഷാദ്, സെയ്ഫ് സൈൻലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർ പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓണം ആഘോഷിച്ചു. മണിക്കൂറുകളോളം അവിടുത്തെ ഗതാഗത സംവിധാനം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സെയ്ഫ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുജനങ്ങൾക്ക് ഒരു നിലയ്ക്കുമുള്ള ബുദ്ധിമുട്ട് ഓണാഘോഷം കൊണ്ടുണ്ടാവാൻ പാടില്ല. സർക്കാർ ഓഫീസുകളിൽ നിന്ന് നിലപാടെടുത്ത ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഈ നിലയിൽ പൊതുഗതാഗതത്തെ ഒന്നാകെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ധിക്കാരപരമായ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത്. അത് പോലീസ് തടയുന്നുമില്ല എന്ന് വന്നാൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിലയ്ക്കുമുള്ള പ്രതിഷേധവും അവിടെ ഉണ്ടായില്ലേ? ഇത്ര നേരം ഈ തരത്തിലുള്ള ആഘോഷം നടുറോഡിൽ നടന്നിട്ടും. നിഷാദ്, ഏതാണ്ട് 1 മണിക്കൂറോളം ആദ്യഘട്ടത്തിൽ 1 മണിക്കൂറോളം ഇത് റോഡിന്റെ നടുക്ക് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ ബൈക്കിലെത്തിയും അതുപോലെ തന്നെ കാറിലെത്തിയും യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോലീസിനോട് കൃത്യമായി ഇതിന്റെ പരാതി ബോധിപ്പിച്ച ശേഷമാണ് ചില ഇടപെടലെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതിനിടയിൽ കുറച്ച് വിദ്യാർത്ഥി നേതാക്കളോട് പോലീസുകാരെത്തി പരിപാടി ഗതാഗതം തടസ്സപ്പെടുത്താതെ പരിപാടി കോളേജിനുള്ളിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് പോലീസിന്റെ വാക്കുകൾക്ക് പുല്ലുവില ഈ SFI പ്രവർത്തകർ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് എസ്കോർട്ട് വേണ്ടെന്നും വാഹനങ്ങൾ കൃത്യമായി ട്രാഫിക് ലൈറ്റുകൾ ഇട്ട് തന്നെ യാത്ര ചെയ്യണം എന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആ മുഖ്യമന്ത്രിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയാണ് മണിക്കൂറുകളോളം റോഡ് കയ്യേറി ഈ ആഘോഷ പരിപാടി എന്നല്ല അതിനെ വിശേഷിപ്പിക്കേണ്ടത്. പൊതുജനങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് 3 മണിക്കൂറോളം വിദ്യാർത്ഥികൾ ഈ റോഡ് കയ്യേറിക്കൊണ്ട് ഈ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ വാക്കുകൾ ആദ്യഘട്ടത്തിലൊന്നും SFI പ്രവർത്തകർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. SFIയുടെ നേതാക്കളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 3 മണിക്കൂറോളം ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നെങ്കിൽ യാത്ര ചെയ്യാൻ ആംബുലൻസുകൾക്കടക്കം പോകാൻ കഴിയാത്ത തരത്തിൽ നഗരം പൂർണ്ണമായും വീർപ്പുമുട്ടിയ ഒരു സാഹചര്യമായിരുന്നു SFIയുടെ പ്രവർത്തകരുടെ ഈ ആഘോഷം മൂലം തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 3 മണിക്കൂറോളം തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ റോഡായ MG റോഡിൽ പൂർണ്ണമായും ഗതാഗത കുരുക്കുണ്ടാക്കാനും SFI പ്രവർത്തകരുടെ ഈ ആഘോഷ പരിപാടികൾ കൊണ്ട് നടക്കുകയും ചെയ്തു. നിഷാദ്, സെയ്ഫ് സൈൻലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിൻ്റെ പേരിൽ നടു റോഡിൽ വലിയ ആഘോഷം സംഘടിപ്പിച്ച് ഗതാഗത കുരുക്കുണ്ടാക്കിയിരിക്കുന്നു. തലസ്ഥാന നഗരിയിലെ ഏറ്റവും തിരക്കുള്ള റോഡിലാണ് SFI പ്രവർത്തകർ ഇത്തരം ധിക്കാരപരമായ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാനോ ഗതാഗതം പഴയ സ്ഥിതിയിലാക്കാനോ SFIയുടെ പ്രവർത്തകർ തയ്യാറായില്ല എന്നതാണ് വിവരം. യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റാണ് ഈ തരത്തിൽ ഓണാഘോഷം എന്ന പേരിൽ പൊതുഗതാഗത സംവിധാനത്തെ ആകമാനം തടഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ധിക്കാരപരമായ ഓണാഘോഷം സംഘടിപ്പിച്ചത്. മണിക്കൂറുകളോളം അവിടെ
ആംബുലൻസ് അടക്കമുള്ളവ സുഗമമായി കടന്നുപോകാൻ കഴിയാത്ത നിലയുണ്ടായി. പോലീസ് പലതവണ ഗതാഗതം തടസ്സപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടിട്ടും SFI പ്രവർത്തകർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നതാണ് സംഭവം. ഇതിൻ്റെ പേരിൽ പോലീസ് ഇപ്പോൾ SFI നേതൃത്വത്തിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണിക്കൂറുകളോളം അവിടെ ഗതാഗത തടസ്സമുണ്ടാക്കി എന്നതാണ്. സർക്കാർ ഓഫീസുകളിൽ ഒരു നിലയ്ക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഓണാഘോഷം പാടില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി, അതിനെ പിന്തുണയ്ക്കുന്ന CPIM എന്ന പാർട്ടി, അവരുടെ പോഷക സംഘടനയായ SFIയുടെ നേതൃത്വമാണിപ്പോൾ തിരുവനന്തപുരത്ത് ഈ നിലയ്ക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഈ തരത്തിലുള്ള ഓണാഘോഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് പലതവണ പോലീസ് ചൂണ്ടിക്കാട്ടിയെങ്കിലും ധിക്കാരപരമായ സമീപനമാണ് SFIയുടെ നേതൃത്വം എടുത്തത്. അവരവിടെ നിന്ന് ഒഴിയാൻ തയ്യാറായില്ല. യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലെ ഏറ്റവും തിരക്കേറിയ റോഡിൽ മണിക്കൂറുകളോളം ഓണാഘോഷം എന്ന പേരിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന ധിക്കാരമാണ് SFI അവിടെ കാട്ടിയത്. പോലീസ് ഇപ്പോൾ ഒരു കേസെടുത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം SFI നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ CPIM നേതൃത്വത്തിൻ്റെയോ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇക്കാര്യത്തിൽ CPIMൻ്റെ നേതൃത്വമടക്കം മറുപടി പറയേണ്ടുന്ന പ്രകടനമാണ് ഇന്ന് SFI അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഓണാഘോഷം എന്ന പേരിൽ എന്തോ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. സെയ്ഫ് സൈനുലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. SFIയുടെ ഓണാഘോഷം എത്രത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റാണ് ഈ തരത്തിൽ ജനങ്ങളെ ആകെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. മണിക്കൂറുകളോളം നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കി. ആംബുലൻസിന് പോലും സുഗമമായി കടന്നുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പോലീസ് പലതവണ അവരോട് ഈ തരത്തിലുള്ള ഓണാഘോഷം അനുവദിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചുവെങ്കിലും SFI പ്രവർത്തകർ അത് ചെവിക്കൊണ്ടില്ല എന്നതാണ് സത്യം.